പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ തിരുവനന്തപുരത്തെ ML ഓഫീസ് വിവാദത്തിൽ VK പ്രശാന്തിന് വാടക അലവൻസ് ഇല്ല എന്ന് വിവരാവകാശ രേഖകൾ. ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ അലവൻസ് നൽകുന്നില്ലെന്ന് നിയമസഭാ സെക്രട്ടറിയുടെ മറുപടി. 25,000 രൂപ നൽകുന്നത് മണ്ഡല അലവൻസ് എന്ന നിലയിൽ മാത്രമാണെന്നും രേഖകൾ വരുന്നു. അർജുൻ രാജ് വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, ഈ 25,000 രൂപ അലവൻസുമായി ബന്ധപ്പെട്ടായിരുന്നു പിന്നീടുണ്ടായി. ഇപ്പം ആദ്യം ശ്രീലേഖ ഈ കെട്ടിടം ഒഴിഞ്ഞു തരണമെന്ന് VK പ്രശാന്തിനോട് ആവശ്യപ്പെട്ടു. അതൊരു വിവാദമായി. പിന്നീട് ശ്രീലേഖ നേരിട്ടെത്തി ഇങ്ങനെ അങ്ങനെയല്ല, ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു, ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആ വിഷയത്തെ അവസാനിപ്പിച്ചതാണ്. പിന്നീട് ഈ വിഷയം വീണ്ടും തുടങ്ങുന്നത് ശബരിനാഥൻ MLAയുടെ ഒരു പ്രതികരണത്തോടു കൂടിയാണ്. ശബരിനാഥന്റെ പ്രതികരണത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഉയർന്നു വന്നതാണ് ഈ 25,000 രൂപ അലവൻസ്. ഇപ്പം അതിലാണ് ഒരു വ്യക്തത വന്നിരിക്കുന്നത്, അല്ലേ? സേതു, തീർച്ചയായും MLA ഓഫീസിനായി വാടക ഇനത്തിൽ തുക ലഭിക്കുന്നുണ്ട് 25,000 രൂപ എന്നുള്ള നിലയ്ക്കാണ് പ്രചരണം. അത് സൈബർ എടുത്ത് ഇപ്പോൾ വലിയ രീതിയിൽ നടക്കുകയാണ്. ഇത്രയും വലിയ തുക 25,000 രൂപ ഓഫീസിനത്തിൽ മാത്രം വാടക വാങ്ങിക്കൊണ്ട് തുച്ഛമായി ഓഫീസ് വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കുകയാണ് എന്നുള്ളതായിരുന്നു VK പ്രശാന്ത് MLA ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ഓഫീസിൻ്റെ അലവൻസായി തുക കൈപ്പറ്റുന്നില്ല VK പ്രശാന്ത് MLA എന്നുള്ളതാണ് നിയമസഭാ സെക്രട്ടറിയുടെ മറുപടി. അത് VK പ്രശാന്തിനെ മാത്രം ഉദ്ധരിക്കേണ്ടതല്ല. സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു MLAക്ക് ആ ഇനത്തിൽ, അതായത് ഓഫീസിൻ്റെ പ്രവർത്തനത്തിന് ഓഫീസ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി അലവൻസ് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VK പ്രശാന്തിൻ്റെ കേസ് വന്നതുകൊണ്ട് അത് പ്രത്യേകമായി ചോദിച്ചു എന്നുള്ളത് മാത്രമാണ്. ഏതെങ്കിലും ഒരു MLAക്ക് മാസ വാടക ഇനത്തിൽ സംസ്ഥാനത്ത് തുക ലഭിക്കുന്നില്ല. അവർക്ക് അലവൻസായി സംസ്ഥാനത്ത് 70,000 രൂപയോളമാണ് ഒരു മാസം MLAക്ക് ലഭിക്കുന്നത്. അത് മന്ത്രി അലവൻസ്, മണ്ഡല അലവൻസ്, ടെലിഫോൺ അലവൻസ്, ഇൻഫർമേഷൻ അലവൻസ് എന്നിങ്ങനെ കൂട്ടി 70,000 രൂപ ലഭിക്കുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായി വാടക ഇനത്തിൽ ഓഫീസ് പ്രവർത്തിക്കാൻ തുക നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിവരാവകാശ പ്രകാരം നൽകിയിട്ടുള്ള മറുപടി. നിയമസഭാ സെക്രട്ടറി തന്നെയാണ് ഈ വിവരാവകാശ നിയമത്തിന് മറുപടി നൽകിയിട്ടുള്ളത്. 25,000 രൂപ നൽകുന്നത് മണ്ഡല അലവൻസ് എന്ന നിലയ്ക്ക് മാത്രമാണ്. അതായത് MLAയുടെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന തുകയാണ്. അദ്ദേഹത്തിൻ്റെ യാത്ര, മണ്ഡലത്തിലെ പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊക്കെയായി നൽകുന്ന തുകയാണ് 25,000. ആ തുകയാണ് വാടക ഇനത്തിൽ MLA വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം നടത്തിയത്. ചില നേതാക്കളൊക്കെ അത് ഏറ്റുപിടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിനാണിപ്പോൾ നിയമസഭാ സെക്രട്ടറി ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളത്. ഓക്കെ അർജുൻ, ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് 25,000 രൂപ അലവൻസിന്റെ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയിൽ.